ഇതാണ് ഇപ്പം മന കണ്ണ് ഇതിൽ കാണാം. ഓക്കെ, ഇവിടെ കണ്ണ് കാണാൻ പറ്റും. കണ്ണ് കാണുന്നുണ്ട്. ഇത് കാണുന്നതാണ് കണ്ണ്. ഇത് ചില്ല് പോലെ കാണുന്ന ഒരു സംഭവം നിറച്ച് വെള്ള കളറായിട്ട് ഇങ്ങനെ വരും. ഇതാണ് ലെൻസ്. ഇതാണ് ലെൻസ്. അതെ. നമ്മളൊരു വിരലിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറു വിരലിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയേ ഉള്ളൂ നോക്കിയാൽ. തിമിരം എല്ലാ ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ്. 60 വയസ്സ് കഴിഞ്ഞ ഒരുവിധം എല്ലാവരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. എന്ത് നോക്കിയാലും ഒരു മഞ്ഞ് മൂടിയ പോലെയാണ് അവർക്ക് കാണാം. ആണല്ലേ. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഹെൽത്ത് ഇന്നോവേഷൻ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡാണ്. ഞാൻ 2022 ഒരു വീഡിയോ ചെയ്തു. 20 മിനിറ്റ് കൊണ്ട് കണ്ണട മാറ്റുന്നൊരു പ്രൊസീജിയർ കാണിച്ചു. ഷാജി ഡോക്ടറായിരുന്നു അന്ന് നമ്മൾ ആ വീഡിയോയിൽ സഹായിച്ചത്. ഷാജി ഡോക്ടർ കുറേ നാളായി ഈ ആശാനെ ഞാൻ തപ്പി നടക്കുന്നത്. ആളിവിടെ ഇല്ലെന്നാണ് പല ആൾക്കാരും. പക്ഷേ പേടിക്കണ്ട, ആളിവിടെ തന്നെ ഉണ്ട്. ഇരിക്കണം. അസ്സലാമു അലൈക്കും. അന്ന് ഭയങ്കര ഗുണപ്പെട്ടല്ലേ ആൾക്കാർക്ക്? അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു റെവല്യൂഷൻ തന്നെയാണ് ആ സർജറിയിലൂടെ. ഷാനുവിന്റെ കണ്ണടി മാറ്റി പന്ത് കളിക്കാൻ പോയ ആള് ഷാനു ജോലിക്ക് വേറെ. ഷാനുവിന് കോൾസോട് കോൾസ് ആയിരുന്നു. ആണല്ലേ. അത് മാത്രമല്ല, നിങ്ങൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്താണ് പറയണമെന്നൊക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഷാജി ഡോക്ടർ ചെയ്ത പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് കാണിക്കുന്നുണ്ട്. അബേറ്റ് ഹൈ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിലാണ് ഷാജി ഡോക്ടർ ഉള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഷാജി ഡോക്ടർ നമുക്ക് ഷെയർ ചെയ്യും. വേറെ ഒന്നുമല്ല, തിമിരം എല്ലാ ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഡോക്ടറെ. ഒരു വയസ്സ് കഴിഞ്ഞ 60 വയസ്സ് കഴിഞ്ഞ ഒരുവിധം എല്ലാവരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. എന്ത് നോക്കിയാലും ഒരു മഞ്ഞ് മൂടിയ പോലെയാണ് അവർക്ക് കാണാം. ആണല്ലേ. മില്യൺസ് ഓഫ് ആൾക്കാർ കണ്ടു, ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്തു എന്ന് അറിയുമ്പോഴാണ് നമുക്ക് സന്തോഷം. ഡോക്ടറെ, ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെ കാണുന്നത് ഒന്ന് ആദ്യം അത് പറഞ്ഞേ. അപ്പോൾ കണ്ണിനെ ആദ്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെ കണ്ണിന്റെ കറുത്ത ഭാഗം ഇതും കണ്ണിന് ചുറ്റുഭാഗമുള്ള വെളുത്ത ഭാഗം ഇവിടെയാണ് വരിക. ഓക്കെ. ഇനിയിപ്പോ കണ്ണിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ക്രോസ് സെക്ഷൻ ആയിട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പിക്ചറിലേക്ക് വരാം. ഒരു കണ്ണിനെ കട്ട് ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുക. ഇത് ഫ്രണ്ട് പാർട്ട്, ഇത് ബാക്ക് പാർട്ട്. ഓക്കെ. ഈ ഫ്രണ്ട് പാർട്ടിൽ കാണുന്നതാണ് കൃഷ്ണമണി അല്ലെങ്കിൽ കോർണിയ. ഈ കാണുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ഷേപ്പിലുള്ള പ്രശ്നം കാരണമാണ് ഒരു കാഴ്ചക്കുറവ്, കണ്ണട ഒഴിവാക്കുന്ന ലേസിക്ക്, ഇതിന്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ, ഷാനുവിന് ചെയ്ത വീഡിയോ ലെസിക്ക്. ഇനി അടുത്തത് ലെൻസ്. ഇതൊരു വലിയ പഠിച്ചോന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ഇതിന് കുറെ സിസ്റ്റം, ഇതിന് ചുരുങ്ങാൻ കഴിയും, വികസിക്കാൻ കഴിയും. ഇതാണ് നമ്മൾ തിമിരം ബാധിക്കുന്ന ലെൻസ്. ഇവിടെയാണ് ഈ കാണുന്നത്. ഇതൊരു ചില്ല് പോലത്തെ ഒരു സംഭവം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ട്രക്ചറാണ്. ചില്ല് പോലത്തെ ഇതിനാണ് ഈ ചില്ല് പോലത്തെ ഈ സാധനം നടു മുതൽ വെള്ള കളറായി നമ്മൾ മുടിയൊക്കെ നരക്കുന്നത് പോലെ നിര ബാധിച്ച് ഇത് മൊത്തം വെള്ള കളറായി മാറും. അതാണ് തിമിരം. ഇനി എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്ത ഡോക്ടർ എന്ന് പറഞ്ഞു? കാണുന്നത് എങ്ങനെയാണെന്ന് ആദ്യം പറയാം. കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു വെളിച്ചം മുന്നിൽ നിന്ന് വന്ന് ഇവിടെ നമുക്കൊരു പിൻ ഹോൾ, അല്ലെങ്കിൽ ഈ കണ്ണിന്റെ മോഡലിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓട്ട, ഇതാണ് ഇവിടെ കാണുന്ന ഈ ചെറിയൊരു സെക്ഷൻ. ഈ ഓട്ടയിലൂടെ വേണം വെളിച്ചം പാസ് ചെയ്യാൻ. ഇത് നമുക്ക് ഇരുട്ടാകുന്ന സമയത്ത് വികസിക്കും, കൂടുതൽ വെളിച്ചം കണ്ണിലേക്ക് കൊണ്ടുപോകാൻ. കൂടുതൽ വെളിച്ചം വരുന്ന സമയത്ത് അത് ചുരുങ്ങും. നമ്മളൊരു ക്യാമറന്റെ ഡയഫ്രം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇത്. ഇതിലൂടെ പോകുന്ന വെളിച്ചം ഇനി ലെൻസ് വേണം ഒരു ഒറ്റ ബിന്ദുവായി ഞരമ്പിലേക്ക് എത്തിക്കാൻ. ഇവിടുന്ന് എത്ര ലൈറ്റ് പോയാലും ഒരു പോയിന്റ് ഫോക്കസ് ആയിട്ട് ഈ ഞരമ്പിലേക്ക് എത്തുമ്പോഴാണ് ഒരു ആൾക്ക് നന്നായിട്ട് കാണുന്നത്. ഇതിനെ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്ന സൂപ്പർ താരമാണ് ഇത്. ഇതാണ് ഒപ്റ്റിക് ഞരമ്പ്, കണ്ണിന്റെ ഞരമ്പ്. അത് ബ്രെയിനിന്റെ ഒരു മെയിൻ പാർട്ടായിട്ട് കാഴ്ചനെ സഹായിക്കുന്ന, നമുക്ക് ബ്രെയിനിന്റെ ഒരു സ്ട്രക്ചർ കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇയാളാണ്. ഇനി തിമിരം സംഭവിക്കുന്ന ഏതിനാണ് ഒന്ന് പറഞ്ഞേ. ഈ ലെൻസ്, ഇത് ചില്ല് പോലെ കാണുന്ന ഒരു സംഭവം നിറച്ച് വെള്ള കളറായിട്ട് ഇങ്ങനെ വരും. അപ്പോ എന്താ സംഭവിക്കുന്ന ഇബാദുവിന് തോന്നുന്ന? ഞാൻ പറഞ്ഞ വെളിച്ചത്തെ കയറ്റിവിടില്ല. വെരി ഗുഡ്. പഠിച്ചു തുടങ്ങി. ഗുഡ്. അപ്പൊ ലൈറ്റ് വരുന്നു, ഇത് ബ്ലോക്ക് ചെയ്യുന്നു, വെളിച്ചം ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഞരമ്പിന് അറിയുന്നില്ല എന്താണ് കാണുന്നത്. അത് നിര ബാധിക്കുന്നതിനനുസരിച്ച് അതിന്റെ ക്ലാരിറ്റി കുറഞ്ഞു പോകും. ഒരു ടിപ്പിക്കൽ രോഗിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഡോക്ടറെ ഇതുവരെ എനിക്കെല്ലാം ക്ലിയർ ആയിട്ട് കണ്ടിരുന്നു, ഇപ്പൊ ഒരു മഞ്ഞിലൂടെ നോക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു പുകയിലൂടെ നോക്കുന്ന പോലെയാണ് എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആ പേഷ്യന്റിന് തിമിരത്തിന്റെ ശാഖയാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ലെൻസ് ഈ ബാധിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇതിന്റെ റിസൾട്ട് എന്താ? നമ്മൾ ഇതെടുത്ത് നീക്കം ചെയ്ത് വേറൊരു ലെൻസ് ഇതിന് പകരം ഇവിടെ വെക്കണം. പക്ഷെ ഇതിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും ഒരു ലെൻസ്, കാരണം ഇതിപ്പോൾ ഫിസിക്സ് പ്രകാരം ഇതിനൊരു പവർ ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിന്റെ പവർ 20 ആണ്.
ഒരു ടെർമിനോളജി പറയുകയാണെങ്കിൽ ഇത് 20 അത് ചിലർക്ക് 18 ആയിരിക്കും, ചിലർക്ക് 22 ആയിരിക്കും, അതിന് മുകളിലേക്കോ താഴേക്കോ ചിലർക്ക് 5 ആയിരിക്കും. അത് എത്രയെന്ന് നമുക്ക് കണ്ടെത്താൻ കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളിലൂടെയാണ് ഈ രോഗിയുടെ ലെൻസിന്റെ പവർ എത്രയാണ് എന്ന് നമ്മൾ നിർണ്ണയിക്കേണ്ടത്. അപ്പൊ ഇനി അവിടെയാണ് ടെക്നോളജി വരുന്നത്. അതിന്റെ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ്സ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഈ പവർ കണ്ടെത്തുന്നത്, അത് കണ്ണിന്റെ മാപ്പിംഗ്, ഞരമ്പിന്റെ അസസ്മെന്റ്, ഇതെല്ലാം ചെയ്ത് ടെക്നോളജി ഡെവലപ്ഡ് ആണ്. അതാണ് നമുക്ക് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഏത് ലെൻസാണ് ഈ പേഷ്യന്റിന് ഏറ്റവും നല്ലത്, എത്ര പവറുള്ള ലെൻസാണ് വെക്കേണ്ടത്, ഇനി പേഷ്യന്റിന് ഞരമ്പിന്റെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രമേഹം വളരെ കോമൺ ആണ് ഇന്നത്തെ കാലത്ത്. 40 വയസ്സ് കഴിഞ്ഞ് ആർക്കും വരാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ പ്രമേഹം ഉള്ളൊരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിന് ഞരമ്പ് നന്നാവണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല വില ചിലവാക്കിയ ഒരു ലെൻസ്, അടിപൊളി നല്ല അമേരിക്കൻ്റെ ലെൻസൊക്കെ ഇംപ്ലാന്റ് ചെയ്താലും ഞരമ്പ് കേടാണെങ്കിൽ നടക്കില്ല, കാര്യമൊന്നുമില്ല. നരമ്പ് കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമോ? റിപ്പയർ ചെയ്യാം. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ രാജേഷ് അതിന്റെ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണ്. എയിംസ് നിന്ന് കഴിഞ്ഞതാണ്. 17 വർഷമായി സാർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞരമ്പിന്റെ അസുഖങ്ങൾ, പ്രമേഹം ബാധിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ലേസർ, ഞരമ്പ് വിട്ടുപോയതിന് ഒട്ടിപ്പിടിപ്പിക്കുക. അപ്പൊ എന്ത് ചെയ്യണം, ഞരമ്പ് ആദ്യം കറക്റ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. 3 പേര് ജോയിൻ ചെയ്ത് തരുന്ന ഒരു സംഭവമാണ് കാഴ്ച. ഒന്ന് കൃഷ്ണമണി എന്ന് വെച്ചാൽ ഞാൻ, തിമിരം ചെയ്യുന്ന സർജൻസ് തിമിരം, പിന്നെ ഞരമ്പ്. ഇതെല്ലാം ഒരു കൊഗ്ലോമറേറ്റ് ആയിട്ട് ഒറ്റ ഇത് ആകുമ്പോഴേ നമുക്ക് നല്ലൊരു കാഴ്ച കിട്ടുള്ളൂ. അപ്പൊ നമുക്കൊന്ന് ഓപ്പറേഷൻ തിയേറ്ററിലൊന്ന് പോകണം. യെസ്, അതിന് മുമ്പ് ഞാൻ പറഞ്ഞ ടെസ്റ്റുകൾ, എന്ത് ടെസ്റ്റുകളാണ് പേഷ്യന്റ് ചെയ്യേണ്ടത് എന്നത് വേണമെങ്കിൽ ആദ്യം നോക്കാം. അത് നമ്മൾ ഈ കണ്ണിന്റെ നീളം എല്ലാവർക്കും ഒരേ നീളമായിരിക്കില്ല, വ്യത്യാസമായിരിക്കും. അത് അസസ് ചെയ്യണം. കണ്ണിന്റെ കൃഷ്ണമണിയുടെ മാപ്പിംഗ് ഇത് ക്ലിയർ ആണോ എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഞാൻ പറഞ്ഞ കണ്ണിന്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസിന്റെ പവർ എത്രയാണ് എന്ന് നമ്മൾ നോക്കണം. ഇതെല്ലാം ഒരൊറ്റ ക്ലിക്കിൽ ഒരു മെഷീൻ നമുക്ക് കാണിച്ചു തരും. അതാണ് ആന്റീരിയം. അത് നോക്കാം. അപ്പൊ ഈ നമ്മുടെ ഉമ്മക്ക് ടെസ്റ്റ് ചെയ്യണം അല്ലേ? ആദ്യം നോക്കേണ്ട ഇതാണ് ഇപ്പൊ ഉമ്മാന്റെ കണ്ണ് ഇതിൽ കാണാം. ഇവിടെ കണ്ണ് കാണാൻ പറ്റും, കണ്ണ് കാണുന്നുണ്ട്. കാണുന്നതാണ് കണ്ണ്. അപ്പൊ ഉമ്മാനോട് ഒരു ഇതിലേക്ക് നോക്കാൻ പറയും. അപ്പൊ അതിലെ പച്ച ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മേലത്തെ അത് മാർക്ക് കണ്ട കറക്റ്റ് ഒറ്റ ക്ലിക്ക് കഴിഞ്ഞു. ഇനിയിപ്പോ ഫുള്ള് കാൽക്കുലേഷനാണ്. കണ്ണിന്റെ നീളം, വളവ്, കൃഷ്ണമണിന്റെ എങ്ങനെയാണ്, ഫുള്ള് മാപ്പിംഗ് ആയിട്ട് വരും. പ്രോസസ്സിങ് ഇതിലാണ് അറിയുന്നത് അല്ലേ? ഇതിലാണ് ഫുള്ള് ഞാൻ പറഞ്ഞ നീളം, കൃഷ്ണമണിന്റെ വളവ്, എത്ര പവർ വെക്കേണ്ട ലെൻസാണ് ഇത് കിട്ടുക എന്നുള്ളതെല്ലാം നമുക്കതില് അറിയാൻ പറ്റും. 2 ദിവസം എല്ലാം കാണും അല്ലേ? ഇൻഷാ അല്ലാഹ് സർജറി കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് ക്ലിയർ ആവും, എല്ലാം കാണാം. ഇനി അതിന്റെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും കണ്ടില്ലല്ലോ, ക്ലിയർ അല്ലേ? എല്ലാം കാണാം കേട്ടോ, അടിപൊളിയായിട്ട് എല്ലാം കാണാം. ഇപ്പൊ അതിൽ മൊത്തം അതിൽ കാണും, കണ്ണിന്റെ എല്ലാ വാല്യൂസും ഒക്കെ അതിൽ കാണും. ഈ ഒരു പ്രിന്റ് ഔട്ട് കിട്ടും. അതില് ആ പവർ ഒക്കെയാണ് അതിൽ കാണുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത് ഏത് ലെൻസ് വേണം എന്നുള്ളത്, ഏത് ലെൻസാണ് ഉമ്മാക്ക് ഏറ്റവും ഗുണം ചെയ്യുക, ഏത് ദൂരം കാഴ്ച മാത്രമാണോ അടുത്തേക്കും ഗുണം ചെയ്യോ എന്നൊക്കെ എന്നുള്ളത് നമുക്ക് അതിൽ അറിയാൻ പറ്റും. നമുക്ക് ലെൻസ് ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടറെ? യെസ്, അത് നമുക്കൊന്ന് OP-ൽ പോയിട്ട് നമുക്ക് റെഡിയാക്കാം. നമ്മുടെ ആളുകൾക്ക് ഇതൊക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ പല ആളുകളും ഈ തിമിരം എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന ലെൻസിനെ കുറിച്ച് കണ്ടിട്ടില്ല. നോക്കി, ചെറിയൊരു ലെൻസാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഇതിന്റെ കോസ്റ്റ് വൈസ് ഇപ്പം നിലവിൽ എങ്ങനെയാണ് വരുന്നത്? അത് പല തരത്തിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ദൂരം മാത്രം ക്ലിയർ ആക്കാനാണെന്നുണ്ടെങ്കിൽ 10,000 മുതൽ ഒരു 35,000 വരെയാണ് ഒരു പാക്കേജസ് വരുന്നത്. അത് നമ്മളിപ്പോൾ ഇന്ത്യൻ്റെ ലെൻസ് ആണോ ഫോറിൻ്റെ ലെൻസ് ആണോ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം അനുസരിച്ച് ബ്രാൻഡ്. അപ്പോൾ ദൂരം ഒരു 6 മീറ്റർ ഉള്ള സാധനങ്ങൾ ക്ലിയർ ആവും. ആ പേഷ്യൻസിനൊക്കെ അടുത്തേക്ക് കാണാൻ ഒരു കണ്ണടൻ്റെ സഹായം എടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഐ ഹാൻഡ്സ് പോലത്തെ ലെൻസുകൾ, ഇഡോഫ് ലെൻസുകൾ എന്ന് പറയുന്ന ലെൻസുകൾക്ക് കുറച്ചും കൂടി അടുത്തേക്ക്, കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്ന അടുത്തേക്ക് വരെയൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആക്കി തരാനുള്ള കഴിവ്. ഒരു 85,000 എത്തുമ്പോഴാണ് മൾട്ടി ഫോക്കൽ ഇത് വരുന്നത്. 85 ആണ് ദൂരം, ഇടയിൽ കമ്പ്യൂട്ടർ ഇരിക്കുന്ന ദൂരം, അടുത്തേക്ക് എല്ലാം അവർക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമുക്കൊന്ന് കാണാൻ ലെൻസ് ഒന്ന്. ഡോക്ടറെ തുറന്നു. ഇതാണ് ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? ഡോക്ടർ മുഹമ്മദ് സാദിഖ് ഞങ്ങളുടെ മെഡിക്കൽ ഡയറക്ടറാണ്. അസ്സലാമു അലൈക്കും. ഡോക്ടറാണ്. നമ്മൾ അന്ന് വന്നപ്പോൾ ഡോക്ടറെ കാണുകയും ചെയ്തായിരുന്നു. അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ തിമിരം എല്ലാം ഡോക്ടർ റിമൂവ് ചെയ്തു. ഇനി ലെൻസ് ഇംപ്ലാന്റ് ചെയ്യുന്ന നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ലെൻസ് നമുക്കൊന്ന് കാണാലോ. ഇതാണ് ലെൻസ് അല്ലേ? അതെ, ഇതാണ് ലെൻസ്. ഇത്
വളരെ ചെറിയ ദ്വാരത്തിലൂടെ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാ വെച്ചാൽ അതിനൊരു ഇഞ്ചക്ടർ ഉണ്ട്, അതിൽ നമ്മൾ ലോഡ് ചെയ്യും. എന്നിട്ട് അത് ഉള്ളിൽ കണ്ണിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ നോർമൽ സൈസിലേക്ക് പോയിക്കോളും. അങ്ങനെ പോയാണ് അതെ അതെ. ഒന്ന് കാണിക്കും, ഡോക്ടർ തുറന്ന് കാണിക്കും. ഒരുപാട് ആൾക്കാരെ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്താണ് കണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് പക്ഷെ ആരും കണ്ടു കാണുന്നുള്ളത് അവർക്ക് അറിയില്ല. അതെ അതെ അതെ. ഇത് യൂഷ്വലി നമ്മൾ ഒന്നും തൊടാതെ സർജന്റെ സ്റ്റെറിലിറ്റിക്ക് അനുസരിച്ച് അവർ ലോഡ് ചെയ്യാം. ഇതാണ് ലെൻസ്. ഇതാണ് ലെൻസ്. അതെ അതെ. നമ്മളൊരു വിരലിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറു വിരലിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയേ ഉള്ളൂ നോക്കിയാൽ വളരെ ചെറിയൊരു സംഭവം. ഇതാണ് ലെൻസ്. ഇത് തന്നെ ഈ സൈസിലല്ല പോവാ, ഇത് വളരെ അത് നമ്മളൊരു ഇഞ്ചക്ടറിലേക്ക് ലോഡ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഇഞ്ചക്ടർ. ഇത് ഒരു വളരെ ചെറിയ ഒരു ഇഞ്ചക്ഷൻ നീഡിൽ പോകുന്ന ഒരു സൈസിലൂടെയാണ് ഇത് കടക്കുക. അതിലേക്ക് ലോഡ് ചെയ്യും. അതിലേക്ക് നമ്മൾ ലോഡ് ചെയ്യും. ഇതൊരു സൂചി ദ്വാരത്തിലൂടെ നമ്മളിത് കടക്കും. എന്നിട്ട് അത് കണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇഞ്ചക്ട് ചെയ്യും. അത് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വന്നിട്ട് പുറത്തേക്ക് വന്ന് കണ്ണിൻ്റെ ഉള്ളിൽ പോയി അത് പിന്നെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യും. അത് ഒരു മിനിറ്റ് കൊണ്ട് അത് അൺഫോൾഡ് ആവും. ഓട്ടോമാറ്റിക്കലി അൺഫോൾഡ് ആവും, പഴയ സൈസിലേക്ക് എത്തും അത്. അപ്പോൾ ഡോക്ടർ എന്തായാലും നമുക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എങ്ങനെയാണ് ചെയ്യുന്നത്. ഡോക്ടർ ഒന്ന് പറഞ്ഞോ. അതായത് തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ വളരെ എളുപ്പമാണ്. അതിന് ഇപ്പോഴത്തെ കാലത്ത് ഇഞ്ചക്ഷൻ ആവശ്യമില്ല, പിന്നെ വലിയ മുറിവൊന്നുമില്ല, അതിൽ തുന്നലിടേണ്ട ആവശ്യമില്ല. പിന്നെ സർജറി കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് അപ്പോൾ തന്നെ പോകാവുന്നതാണ്. ഇവിടെ സ്റ്റേ ഒന്നും ആവശ്യമില്ല, ഹോസ്പിറ്റൽ അഡ്മിറ്റിൻ്റെ ആവശ്യമില്ല. ഏതാനും 20 മിനിറ്റ് 15 മിനിറ്റ് സർജറിക്ക് ആവശ്യമുള്ളൂ. എല്ലാം കൂടി 1 മണിക്കൂറിനുള്ളിൽ പേഷ്യൻ്റ് ഇതെല്ലാം കഴിഞ്ഞ് പോകാവുന്നതാണ്. പിന്നെ ഇത് ഇഞ്ചക്ഷൻ പോലും ചെയ്യാത്തതുകൊണ്ട് അതിന് വേദനയൊന്നും അറിയില്ല. നമ്മൾ ഒരു തുള്ളി മരുന്നൊഴിച്ച് ധരിപ്പിക്കുന്നേ ഉള്ളൂ. വളരെ അഡ്വാൻസ്ഡ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരു ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ്, ആൽക്കോൺ ലെക്സർ റിവാലിയ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഫൈനായിട്ട് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കാണാൻ സാധിക്കും. അതുപോലെ ലെൻസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആൽക്കോൺ സെഞ്ചൂറിയൻ ആക്റ്റീവ് സെൻട്രി എന്ന് പറഞ്ഞിട്ടൊരു മെഷീനാണ്. ഇതുപയോഗിച്ചിട്ട് നമുക്ക് വളരെ ചെറിയ ദ്വാരത്തിലൂടെ, ഒരു സൂചി കടത്തുന്ന ദ്വാരത്തിലൂടെ തിമിരത്തെ അലിയിച്ച് എടുത്തു കളയുകയും അതിൽ കൂടെ തന്നെ നമുക്ക് ഒരു ലെൻസ് കണ്ണിനകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിന് തുന്നൽ ആവശ്യമില്ല, രോഗിക്ക് ഇഞ്ചക്ഷനോ ബോധം കെടുത്തലോ ഒന്നും ആവശ്യമില്ല. അതുപോലെ സർജറി കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് വെച്ച് ഒട്ടിക്കേണ്ടതോ ഒന്നുമില്ല, തുറന്നിട്ട് തന്നെ പോകാവുന്നതാണ്. ഒരു 10-15 മിനിറ്റ് മാത്രമേ സർജറിക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് ഏകദേശം എല്ലാം കൂടി 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ രോഗിക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ്. നമ്മളപ്പോൾ എങ്ങനെയാണ് കണ്ണിൻ്റെ തിമിര ശസ്ത്രക്രിയ എന്നുള്ള അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ തിമിരം. നമ്മളിപ്പോൾ അന്ന് ലേസിക്കിന് പറഞ്ഞ പോലെ തന്നെ തിമിരം സർജറി എന്ന് വെച്ചാൽ ഇത്രയും ഒരു ചെറിയൊരു സംഭവമേ ഉള്ളൂ. ഇപ്പോൾ ഈവൻ ഈ ഓട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു മോഡുലാർ ഓട്ടിയാണ്. ജസ്റ്റ് ഒരു 1 മന്ത് കൊണ്ട് നമ്മൾ ഫുള്ളി ഈ ഒരു സെറ്റപ്പിലേക്ക് ഇത് ക്രിക്രിയേറ്റ് ചെയ്താണ്. ഇതിൻ്റെ സ്റ്റെറിലിറ്റി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഡോറ് തുറന്ന ഒരു കാരണവശാലും കാറ്റ് ഉള്ളിലേക്ക് പോവില്ല. അവിടെ പ്രഷറൈസ്ഡ് ആണ്. അതിന്ന് കാറ്റ് ഒരിക്കലും ഉള്ളിലേക്ക് പോവില്ല. അവിടുന്ന് കാറ്റ് പുറത്തേക്ക്, ഈ വലിയ കണ്ടില്ലേ, ഇത് കാറ്റിനെ പുറത്തേക്ക് തള്ളും. അപ്പോൾ ഒരിക്കലും അണുക്കൾ ഉള്ളിലേക്ക് പോകില്ല. ഇനി ഈ ഡോറ് തുറന്നാൽ ഇവിടുത്തെ പ്രഷർ അങ്ങോട്ടേ തള്ളുള്ളൂ. അപ്പോൾ ഇവിടെ ഫുള്ളി നമ്മൾ അത്രയും അണുമുക്തമായിട്ട് നിർത്തൽ നിർബന്ധമാണ്. കാരണം ഓപ്പറേഷൻ നടക്കുന്നത് കണ്ണിലാണ്. എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച എവിടെയെങ്കിലും അണുക്കൾ കയറി കഴിഞ്ഞാൽ പിന്നെ പഴുപ്പായി. അപ്പോൾ അത്രയും സേഫ്റ്റിയിലാണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എല്ലാവരും ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പഴുപ്പ് വരുമോ എന്നുള്ള പേടി പോലും വേണ്ടതില്ല. അത്രയും ഫൈൻ ആയിട്ടുള്ള ഒരു സർജറി, ഇത്രയും ഒരു സ്റ്റെറിലൈസ് സെറ്റപ്പിൽ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം എന്നതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്തായാലും സന്തോഷം. നമ്മൾ തമ്മിൽ ഇനിയും കാണും കേട്ടോ. ഓ ഡെഫിനറ്റ്ലി. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പഴയ വീഡിയോയിൽ പല ആൾക്കാരും ഷാജി ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ആൾ തൊട്ടടുത്ത് ഒരിടത്തും പോയിട്ടില്ല. ചില ആൾക്കാർ അമേരിക്കയിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട്, ദുബായി പോയി, ഒരിടത്ത് ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്. എന്ത് പറയുന്നത് ജോലി നിർത്തി ബിസിനസ് ചെയ്യാൻ അങ്ങനെയൊന്നും ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ഷാജി ഡോക്ടറെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ടോ കണ്ടോളൂ. അപ്പോൾ അറിയാം അന്ന് ഞങ്ങൾ ഷാനുവിൻ്റെ എങ്ങനെയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേടിയില്ല. ഞാൻ പെരിന്തൽമണ്ണ തന്നെ നിങ്ങളുടെ ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ കണക്ട് ചെയ്തോളാം. കണക്ട് ചെയ്ത് തരും. ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.